വീഡിയോയ്ക്ക് ഒരു 3 വർഷം പഴക്കമുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ പിടിച്ചെടുത്ത് ഞാൻ എടുത്തിട്ടതാണ് എൻ്റെ കെട്ടിയവൻ്റെ ഫോണിൽ നിന്ന്. വേറൊന്നുമല്ല, ഞാൻ ഈ മുട്ടയടിച്ചിട്ട് ഡിസംബർ 22 3 വർഷമാവുന്നു കേട്ടോ. അതായത് എൻ്റെ മോൻകുട്ടനെ വിശേഷമായിട്ടിരുന്നപ്പോൾ ഞാൻ വേളാങ്കണ്ണി പോയി മുട്ടയടിക്കാതെ നേർന്നതാണ് മാതാവിനോട് കേട്ടോ. ആ സമയത്ത് എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചപ്പം മാതാവിനോട് എൻ്റെ മോൻകുട്ടന് ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേർച്ച സാധിക്കാൻ വേണ്ടിയിട്ട് അന്ന് നേർന്നതാണ് കേട്ടോ. പക്ഷേ മുട്ടയടിക്കാൻ സമയമായ സമയത്ത് എൻ്റെ കെട്ടിയവൻ പറഞ്ഞ് നീ ആ മുടിയൊന്നും മുട്ടയടിക്കണ്ട, ഡിജാനോട് എൻ്റെ കെട്ടിയവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു മുട്ടയടിക്കുന്നതിന്. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ എന്തോ ഒരു നാണക്കേടൊക്കെ കണക്കായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി ദൈവത്തിന് പറ്റിക്കുന്ന പോലായി പോകും നമ്മളിത് അതായത് നമ്മളിത് ചെയ്തില്ലെങ്കിൽ. കാരണം വെച്ചാൽ നേർച്ചക്കട ഇടാൻ പാടില്ലെന്നാണ് കേട്ടോ. ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഞാൻ ഒത്തിരി തപ്പിയിട്ടാണ്, കൊറോണ സമയമായിരുന്നു. അതുകൊണ്ട് മോനെ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് വേളാങ്കണ്ണിക്ക് പോകാൻ പറ്റിയത്. കൊറോണ ഒക്കെ ആവുന്നതുകൊണ്ട്. ഇപ്പോൾ മോൻകുട്ടന് 5 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മോൻകുട്ടന് 2 വയസ്സുള്ളപ്പോൾ വേളാങ്കണ്ണി പോയി മുട്ടയടിച്ചാണ്. അപ്പോൾ മുട്ടയടിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ മുടി വെട്ടിയിട്ടില്ല. അപ്പോൾ മുടി വെട്ടാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ബ്ലോഗിൽ ഇതൊന്ന് ജസ്റ്റ് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അവൾ ഹായ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഹായ് ഗേൾസ് എന്ന് പറഞ്ഞു. ഇന്ന് ഞാനും മോൻകുട്ടനും മോളൂട്ടി എല്ലാവരും കൂടി വേറെ നല്ല ക്രിസ്മസ് ഒക്കെ വരുമല്ലേ. അപ്പോൾ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം കേട്ടോ. ത്രെഡ് ചെയ്യണം. ഞാൻ എൻ്റെ ഈ മുടി അല്ല, ഈ മുടി 3 വർഷമായി കത്രിക വെട്ടൊട്ടിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 3 വർഷമായിട്ട് നിനക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, ഞാൻ മുട്ടയടിച്ചു, ഫുള്ളായിട്ട് മുട്ടയടിച്ചിട്ട് കിളിച്ച് വന്നതാണ് ഇത്രയും. 3 വർഷം കൊണ്ട് കിളിച്ച് വന്നതാണ് ഇത്രയും മുടി കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്യണം, എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മോളൂട്ടിക്കും കൂടി ഒന്ന് മുടി മുടി വെട്ടണം. ഇത്രയും മുടിയുണ്ട്, അതൊന്ന് വെട്ടണം. അപ്പോൾ ഞാൻ മോൻകുട്ടനെ അവിടെ ഇരിപ്പുണ്ട്, മോൻകുട്ടനെ പൊക്കി കാണിക്കണം. മോനു ഇങ്ങ് വാ ഓടിയാ. അപ്പം ഞങ്ങൾ ഇന്ന് ഒന്ന് ബ്യൂട്ടി പാർലർ വരെ പോയിട്ട് വരാം. ഒന്ന് ത്രെഡും ചെയ്ത് എനിക്ക് മുടിയും വെട്ടി മോളൂട്ടിക്കും മുടിയും വെട്ടിയിട്ട് വരാം. അപ്പം ഇന്നത്തെ ബ്ലോഗ് അതാണ്. അപ്പോൾ ബ്ലോഗിന് മുമ്പ് എൻ്റെ മോൻകുട്ടനെ ഇവിടെ ഒന്ന് താത്തി നിർത്തട്ടെ. എൻ്റെ മോൻകുട്ടനെ ഒന്ന് പൊക്കട്ടെ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ബ്യൂട്ടി പാർലർ വരെ കണ്ട ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ബ്യൂട്ടി പാർലർ വരെ പോയിട്ട് വരാം. ഈ ചെറുക്കൻ ഇതേ അറിയത്തുള്ളൂ, കൊഞ്ഞാണ് അങ്ങോട്ട്. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഒന്ന് മുടിയൊക്കെ വെട്ടി ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ചുന്നരി ആവട്ടെ കേട്ടോ. അപ്പം ഞാനും മക്കളും നേരെ ഇരവിപുരം പള്ളിയെടുത്ത് പോയി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അലീനയും കാത്ത് നിൽക്കുമായിരുന്നു. അലീനയ്ക്ക് അവിടെ ശനിയും ഞായറും ഡ്രോയിങ് ക്ലാസ്, അതായത് കുട്ടികളെ ഡ്രോയിങ് പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അവൾക്ക് ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ക്ലാസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അവളെയും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അവൾ കീയൊക്കെ പൂട്ടിയിട്ട് അവിടുത്തെ ക്ലാസ്സിൻ്റെ കീയൊക്കെ പൂട്ടിയിട്ട് കൊണ്ടു കൊടുക്കാൻ മേടയിലോട്ട് പോയിരിക്കുക. അപ്പോഴാണ് ഇത് 2 വന്നത് കേട്ടോ. വീഡിയോ പിടിക്കാമെന്ന് മനസ്സിലായപ്പോഴേ മുഖം പൊത്തിപ്പിടിച്ച് തലയും തിരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളുമാരത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് അവളുമാരങ്ങ് ആ വഴിയെ പോയി. അലീനയും ഒരു സ്റ്റുഡൻറ്റ് കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെ വിളിക്കാൻ ആരും വന്നില്ല ഇതുവരെ. അപ്പോൾ ആ കൊച്ചിനെയും കൂടി വിളിക്കാൻ ആരെങ്കിലും വന്നിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ആ കൊച്ചിനെ വിളിക്കാൻ ആൾ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് നേരെ. അപ്പോൾ അലീനയ്ക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. ഉച്ച സമയമാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ കിടത്ത് ഞാൻ പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവൾ പറഞ്ഞില്ല, അങ്ങോട്ട് വരുന്നില്ല, വാ ഇവിടുന്ന് വല്ല ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന. അവൾക്ക് ലൈറ്റായിട്ട് കഴിക്കാൻ കയറിയെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തോന്നുന്നു. ഭയങ്കര ദാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാഹമായിരുന്നു. അപ്പോഴേ തന്നെ 2 ബദാം മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അപ്പോഴേ വെച്ച് ഞാൻ പൊട്ടിച്ച് കുടിക്കാൻ, അല്ലെ ദേഹം നാറ്റും കേട്ടോ. അന്നേരം അത് കുടിക്കുന്നതിൻ്റെ കൂടാതെ തന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കൈ ചൂണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അലീന നീ പെട്ടെന്നാവട്ടെ, നിനക്ക് വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർത്തോ, അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ ഇവിടുത്തെ ബില്ല് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ആഹാരം എല്ലാം കഴിച്ച് നമ്മൾ നേരെ ഇനി മുടി വെട്ടാനും ത്രെഡ് ചെയ്യാനാണ് പോകാൻ പോകുന്നത്. അപ്പം നേരെ നമ്മൾ ഇവിടുന്ന് ഈവ് ഗ്ലാമിലോട്ടാണ് പോകുന്നത്. അതായത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള, എല്ലാവർക്കും കാണുമല്ലോ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഒരിടം, അതാണ് എനിക്ക് ഈവ് ഗ്ലാം കേട്ടോ. അതായത് എനിക്ക് എൻ്റെ ചേച്ചിയാണ്, അതായത് എൻ്റെ കസിൻ ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പാർലറാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാൻ സാധാരണ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും ചെയ്യത്തില്ല, ഫേസിലൊന്നും. ആകെ വരും ത്രെഡ് ചെയ്യും കേട്ടോ. പിന്നെ മുട്ടയടിച്ചതിന് ശേഷം കിളിച്ച് കിട്ടിയ മുടിയാണല്ലോ, അപ്പോൾ ഒന്ന് അറ്റം വെട്ടണം. തോനെയൊന്നും കയറ്റി വെട്ടാനായിട്ട് ഈ ശൊങ്കയിലൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ വന്ന് പിള്ളേർ കുറച്ച് നേരം കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് അവിടെ ക്രിസ്മസിൻ്റെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അവിടെയൊക്കെ നോക്കി ഇങ്ങനെ കളിച്ച്
ചിരിച്ചൊക്കെ നിന്ന്. പിന്നെ മോളൂട്ടിയുടെ മുടിയും വെട്ടണം കേട്ടോ. ആ ഒരു ഐഡിയയിലാണ് വന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ് പെട്ടെന്ന് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആദ്യം തന്നെ എന്നെ പിടിച്ച് ത്രെഡ് ചെയ്യാനായിട്ട് ഇരുത്തി കേട്ടോ. ആ കടമ്പ എനിക്ക് ചേച്ചി ത്രെഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്റ്റാഫുമാരും നല്ലോണം ചെയ്യും, എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചിനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കും. അതങ്ങനെയാണല്ലോ, നമുക്ക് ഒരാളിങ്ങനെ കൈ തൊട്ട് ഓക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ അയാളുണ്ടെങ്കിൽ പിന്നെ അയാൾക്കല്ലേ ഫസ്റ്റ് ഇത് കൊടുക്കത്തുള്ളൂ. അതിന് ശേഷമല്ലേ വേറൊരു സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പം എനിക്ക് ത്രെഡ് ചെയ്യാനും ഇരുത്തി. ആ സമയം കൊണ്ട് മോളൂട്ടിക്ക് മുടി വെട്ടാനും ഇരുത്തി കേട്ടോ. മോളൂട്ടിക്ക് നല്ല രീതിയിൽ ലെങ്ത് കുറച്ച് വെട്ടണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മുടി കെട്ടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ മോളൂട്ടിക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് മുടി കിളിക്കും, പക്ഷേ താഴോട്ട് വരുമ്പോൾ കോല് കണക്കുള്ള മുടിയാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരിക്ക് മുടി വെട്ടുന്നതൊന്നും ഇഷ്ടമല്ല. കഴിഞ്ഞ ട്രിപ്പ് അതേ 1 വർഷമായി ഇപ്പം ഞങ്ങളുടെ കസിൻ്റെ ഒരു കല്യാണത്തിന് വേണ്ടി മുടി കൊണ്ടുവന്ന് വെട്ടിച്ച് വീട്ടിൽ നിന്ന് വെട്ടാനൊക്കെ വരും കേട്ടോ. വെട്ടി തീരുമ്പോൾ ഇത് ഭയങ്കര നിലവിളിയാണ്. അയ്യോ എൻ്റെ മുടി പോയെന്നും പറഞ്ഞ് ഭയങ്കര കണ്ണീരൊക്കെ വരും. ഭയങ്കര ആത്മാർത്ഥതയായിട്ടാണ് കരയുന്നത്. ഈ ട്രിപ്പ് കരയത്തില്ലെന്ന് ഉറപ്പായിട്ടും എനിക്ക് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമ്മളെ നമ്പാൻ പറ്റത്തില്ല. വീട്ടിൽ ചെന്നിട്ട് പപ്പാടുത്ത് കരഞ്ഞ് കാണിക്കും കേട്ടോ ഗൈസ്. കരഞ്ഞ് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ കെട്ടിയവനായിട്ട് ഗുസ്തി കൂടേണ്ട അവസ്ഥ വരും. ആ ഒരു കണ്ടീഷനാണ് ഇവരുടെ സ്വഭാവം. എന്തായാലും ഈ ട്രിപ്പ് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഭയങ്കരമായിട്ടും ആത്മാർത്ഥമായിട്ട് മുടി വെട്ടണമെന്ന് പറഞ്ഞാണ് വെട്ടിച്ചേട്ടോ. പിന്നെ മോങ്കുട്ടൻ ഇടയ്ക്ക് അമ്മ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അമ്മ എന്നെ ഒന്ന് പൊക്കി പിടിയമ്മ എന്ന് പറയാം. അങ്ങനെ ഞാൻ ത്രെഡ് ചെയ്ത് തീർന്നപ്പോഴത്തേന് മോങ്കുട്ടനെ പൊക്കി പിടിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തേ മുടി വെട്ടുന്നേക്കെ. പിന്നെ മോങ്കുട്ടൻ പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇതണക്ക് കൊഞ്ഞാണം കുത്തി കാണിക്കാൻ മാത്രമേ എൻ്റെ മോങ്കുട്ടനെ അറിയത്തുള്ളൂ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ഇരിക്കാൻ സീറ്റ് ഉണ്ടായിട്ട് ഇരിക്കാതെ ഇങ്ങനെ തന്നെ കറങ്ങി നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫൈനലി എൻ്റെ മോളൂട്ടി ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ചിരിച്ച് തന്നെ ഇരുന്ന് കേട്ടോ. മുടി വെട്ടുന്നതിൽ ഈ പ്രാവശ്യം ഓക്കെ ആയിരുന്നു, വലിയ ബഹളമൊന്നും ഇല്ലായിരുന്നു, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ട്രിപ്പ് മുടി വെട്ടി തീർന്നപ്പോൾ നല്ല സുന്ദരിയായിരുന്നു കാണാൻ, പക്ഷേ കണ്ണീർ കൂടി ഇങ്ങനെ കണ്ണീരൊലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ട്രിപ്പ് എൻ്റെ മോളൂട്ടിക്ക് യു ഷേപ്പാണ് കേട്ടോ ചെയ്തത്. കാരണം വെച്ചാൽ ലെയറൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാളിങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെയും ഫുൾ ലെങ്ത് ഇങ്ങനെ കിളിച്ചിറങ്ങുന്നതനുസരിച്ച് കോല് കണക്കാവും. യു ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലേ എന്നുള്ള രീതിയിൽ ഈ ഒരു രീതിയിലാണ് വെട്ടിയത് കേട്ടോ. മോളൂട്ടിക്ക് കുറേ നാളിന് മുമ്പ് ചേച്ചി തന്നെ ഒരു വട്ടം യു ഷേപ്പ് വെട്ടിയിട്ടുണ്ട്. ഈ ട്രിപ്പ് കുറേ നാളിന് ശേഷമാണ് ഈ ട്രിപ്പ് യു ഷേപ്പ് വെട്ടുന്നത് കേട്ടോ. സാധാരണ കഴിഞ്ഞ ട്രിപ്പ് സ്ട്രെയിറ്റ് ആയിട്ടങ്ങാണ് വെട്ടിയത്. എന്നിട്ട് മങ്കിയുടെ ഭാഗത്തും ഇതുപോലെ വെട്ടിയിട്ട് ആ മങ്കി കുറേ ഇങ്ങനെ കിളിച്ചിറങ്ങിയിട്ടുണ്ട്. ഈ ട്രിപ്പ് ഇച്ചിരി ഷേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ മുടി വെട്ടാനായിട്ടിരുന്നപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഷാമ്പൂ ഒക്കെ ചെയ്ത് വന്ന് ഇച്ചിരി ചിലവ് കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. വാഷ് ചെയ്ത് വെട്ടുമ്പോഴത്തേനല്ലേ നമുക്ക് കൂടുതൽ ചാർജ് ആവുന്നത്. അപ്പോഴത്തേന് എൻ്റെ കയ്യിൽ നല്ല ഓയിലിയാന്ന് പറഞ്ഞ് വാഷ് ചെയ്താൽ മാത്രമേ എനിക്ക് ലെയറാണ് കിട്ടേണ്ടത്. വേറെ ഏത് ഇതായിരുന്നെങ്കിലും കുഴപ്പമില്ല, ലെയർ ആവുന്നതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യണമെങ്കിൽ ഒരു എണ്ണ പാടില്ലെന്ന് പറഞ്ഞു. എൻ്റെ ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഷാമ്പു ചെയ്തിട്ടാണ് വന്നത്, പക്ഷെ എന്നിട്ട് ഓയിലി ആകുന്നതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. ലെയറെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഭയങ്കര ലെയറൊന്നും, കാരണം വെച്ചാൽ ഈ ശൊങ്കയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നത്തെ കാര്യം കിളിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. 3 വർഷം കൊണ്ട് ഇത്രയും അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നമുക്ക് തോനെ മുടിയില്ല. പിന്നെ എനിക്ക് 3 വർഷമായിട്ടില്ല അറ്റമൊക്കെ ഒരുമാതിരി കിടക്കുന്നതുകൊണ്ടും പിന്നെ ഓരോരുത്തരൊക്കെ മുടിയൊക്കെ ഇട്ടിങ്ങനെ റീൽസിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാവും കേട്ടോ. എപ്പോഴാണോ എൻ്റെ മുടി വെട്ടുന്നതെന്നൊക്കെ തോന്നും. നമുക്കൊക്കെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ആണല്ലോ, നല്ല ഉടുപ്പ് കാണുമ്പോഴോ ഹെയർ സ്റ്റൈലൊക്കെ കാണുമ്പോഴോ ഒക്കെ അതേണൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മുട്ട മുടിയും വെച്ച് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. വളരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ വർഷം 3 ആയി കേട്ടോ. ഇത് ക്രിസ്മസിൻ്റെ തലേന്ന്, അതായത് 21-ാം തീയതി പോയി മുടി വെട്ടിയതാണ് കേട്ടോ. ത്രെഡിങ് ഒക്കെ ചെയ്തതാണ്. പക്ഷേ എനിക്ക് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ ഇടാൻ ഇച്ചിരി താമസിച്ച്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പേ തന്നെ ഇടണമെന്ന്, ക്രിസ്മസിന് മുമ്പേ തന്നെ വീഡിയോ ഇടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ എനിക്ക് വളരെയധികം സ്റ്റിച്ചിങ് ഈ ക്രിസ്മസിന് കിട്ടി. കഴിഞ്ഞ വർഷം ഇത്രയും സ്റ്റിച്ചിങ് ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ ശൊങ്കയെല്ലാം കണ്ടോ ഇല്ല, വെള്ളത്തിൽ വീണ കോഴിക്കുഞ്ഞ് കണക്കിരിക്കുന്നു. ഒട്ടും മുടിയില്ല ഗൈസ്. കാരണം വെച്ചാൽ ഇച്ചിരി ഉള്ളു കിളിച്ച് കിട്ടിയതിനുള്ള. ഞാൻ ഒട്ടും ലെങ്ത് കുറയ്ക്കാത്ത രീതിയിൽ വെട്ടുമായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് അലീന അവിടെ ത്രെഡ് ചെയ്യുകയാണ്. വെറുതെ വന്നതാണ് ത്രെഡ് ചെയ്യേണ്ടത്. എനിക്ക് ത്രെഡ് ചെയ്ത് കണ്ടപ്പോഴത്തേന് ചേച്ചിനെ കൊണ്ട് ത്രെഡൊക്കെ ചെയ്യിപ്പിച്ചേട്ടാ. പിന്നെ കൂടുതൽ ലെങ്ത് ഒന്നും എൻ്റെ മുടിയിൽ നിന്ന് കുറച്ചില്ല. കാരണം വെച്ചാൽ ലെങ്ത് കുറയ്ക്കാനായിട്ട് എൻ്റെ മുടിയിൽ ഒന്നുമില്ല ഗൈസ്. കാരണം വെച്ചാൽ ആകെ കുറച്ച് ശൊങ്ക മാത്രമേ ഉണ്ടായിരുന്നു. ആ ശൊങ്കയിൽ നിന്ന് വൃത്തികെട്ട രീതിയിൽ തൂങ്ങി നിന്ന മുടി മാത്രം ജസ്റ്റ് എടുത്ത് കളഞ്ഞ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തൊന്നും എടുത്തിട്ടില്ല. നമ്മൾ റീലൊക്കെ കാണുന്ന കണക്ക് സെറ്റ് ചെയ്തൊന്നും എടുത്തില്ല. ഞാൻ സെറ്റ് ചെയ്യേണ്ടെന്ന് പ്രത്യേകം ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ എൻ്റെ ഉള്ള മുടിയുടെ നീളം കുറയ്ക്കുക, ആ മുടിയിൽ തന്നെ നിർത്തി അടിപൊളിയായിട്ട് എനിക്ക് ആ സ്റ്റാഫ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലി എൻ്റെ മോങ്കുട്ടതാ എന്നെ അതിങ്ങനെ മുടി ഇങ്ങനെ ഡ്രൈ ആക്കുന്ന സമയത്ത് എൻ്റെ മോങ്കുട്ട വന്നിന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ നാട്ടുകാരെ കൊല്ലം ശക്തിയുള്ളവർക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരും. കാരണം വെച്ചാൽ അജിച്ചേച്ചിയെടുത്ത് ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വരത്തുള്ളൂ. അത്ര അടിപൊളി സർവീസാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് ചേച്ചിയുടെ പാർലറും ചേച്ചിയുടെ സ്പെഷ്യലായിട്ട് ത്രെഡിങ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ ഉള്ള മുടിയിൽ ഇതുപോലെ ഒരു കുഞ്ഞ് ലെയർ കട്ടൊക്കെ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ
കുട്ടി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നേക്കില്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളേ. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.